കിടക്കുന്നതിന് മുൻപ് ചിന്തകളിങ്ങനെ ഉണർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല എന്ന്. ചിലർ പറയും 1.5-2 മണിക്കൂർ ഉറങ്ങും, പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കും. കാരണം എന്താ? ഈ നെഗറ്റീവായിട്ടുള്ള തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയ ചിന്തകളൊക്കെ ഇങ്ങനെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുക, നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. മറ്റു ചിലർ പറയും ഏകദേശം ഒരു 5-6 മണിക്കൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു കടന്ന് എഴുന്നേറ്റു. രാവിലെ ഫ്രഷാകുന്ന സമയത്ത് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ആകുലതകൾ, ഇന്ന് എന്തൊക്കെ ചെയ്യും, ഇന്നലകളിലെ പരാജയങ്ങൾ. നന്മകളൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷേ ആകുലതകളാണ് വരുന്നത്. ഇന്നലകളിലെ പരാജയം, ഇനി എന്ത് ചെയ്യും, ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ 1/4 മണിക്കൂർ ഇങ്ങനെ നീണ്ടു നിൽക്കും. വേറെ ചിലർ പറയും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അല്പസമയം ഒന്ന് ഫ്രീ എടുത്ത് കുറച്ച് സമയം ഒന്ന് ന്യൂസ് കാണാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുമ്പോൾ ഈ ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും. അതായത് ഒബ്സസീവ് തോട്ട്, ഭയങ്കരമായിട്ട് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, ചില സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചികിത്സ വേണ്ട ആ കാര്യങ്ങൾക്ക് ചികിത്സ നേടണം, മാറി നിൽക്കരുത്. ദൈവം ഒരുപക്ഷെ സുഖപ്പെടുത്തുന്നത് അതിലൂടെ ആയിരിക്കാം. ഇനി മറുവശത്ത് നമുക്ക് വലിയ ഒരു ദൈവവിശ്വാസമുള്ള ഒരാളാണ്, ദൈവമെല്ലാം ഏറ്റെടുക്കുമെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു, ഈ ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റണമേ എന്ന് പറയുമ്പം ഭയങ്കരമായ വിടുതൽ ലഭിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല വ്യക്തികളും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അച്ചോ, ഇങ്ങനെ അടിക്കടി ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ആ സമയത്ത് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം ആ ചിന്തകളൊക്കെ ഒന്ന് പോസ് ചെയ്ത് ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന് പറയാറുണ്ട്. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ ചിന്തകൾ വരും, വീണ്ടും ഇതേ പ്രാർത്ഥന തന്നെ പ്രാർത്ഥിക്കും. പതുക്കെ പതുക്കെ ആ ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതായിട്ട് കണ്ടിട്ടേ എന്ന്.